നമുക്കിന്ന് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്ത പ്രിലിംസ് എഴുതാൻ പോകുന്നവർക്കൊരു ഹെൽപ്പായിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. കൊഴിഞ്ഞ ഇലകൾ ആരുടെ ആത്മകഥയാണ്? കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ. മാറിപ്പോവരുത്, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി, കഴിഞ്ഞ കാലം KP കേശവമേനോൻ്റെതുമാണ്. ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം കുച്ചിപ്പുടിയാണ് ആന്ധ്രാപ്രദേശിൻ്റെ നൃത്തരൂപം. അടുത്തത്, ആദ്യമായി ജ്ഞാനപീഠം അവാർഡ് നേടിയ കേരളീയൻ G. ശങ്കരക്കുറുപ്പിനാണ് ആദ്യമായി ജ്ഞാനപീഠം ലഭിച്ചത്. തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത് CP രാമസ്വാമി അയ്യരുടെ കാലത്താണ്. CP രാമസ്വാമി അയ്യരുടെ കാലത്താണ് തിരുവിതാംകൂറിൽ ആദ്യത്തെ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് ആരംഭിച്ചത്. അടുത്ത ചോദ്യം, പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. രാജാറാം മോഹൻ റോയിയാണ് ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് ശ്രീനാരായണ ഗുരുവാണ്. അടുത്ത ചോദ്യം, ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയ തിരുവിതാംകൂർ രാജാവ്. ശ്രീ ചിത്തിര തിരുനാളാണ് ക്ഷേത്രപ്രവേശന വിളംബരം നടത്തിയത്. ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12 ശ്രീ ചിത്തിര തിരുനാൾ. അടുത്ത ചോദ്യം, ബംഗാൾ വിഭജനം നടപ്പിലാക്കിയതാര്? കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനം നടപ്പിലാക്കിയത്. വർഷം 1905. അടുത്ത ചോദ്യം, വിമോചന സമരം നടന്നത് ആരുടെ നേതൃത്വത്തിലായിരുന്നു? മന്നത്ത് പത്മനാഭൻ. സവർണ ജാഥയും സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ്. അടുത്ത ചോദ്യം, നാഷണൽ ഹൊറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ ദാദാഭായ് നവറോജിയാണ് ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് മനുഷ്യനാണ് കേട്ടോ. ഗാന്ധിജി തൻ്റെ ആത്മകഥ രചിച്ചത് ഏത് ഭാഷയിലായിരുന്നു? ഗുജറാത്തി. എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി രചിച്ചത് ഗുജറാത്തി ഭാഷയിലായിരുന്നു. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി അഭിസംബോധന ചെയ്തത് സുഭാഷ് ചന്ദ്രബോസ്. അടുത്ത ചോദ്യം, കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്ക്. കഥകളിയിൽ സ്ത്രീകളെയും മുനിമാരെയും പ്രതിനിധീകരിക്കുന്ന വേഷം മിനുക്കാണ്. അടുത്ത ചോദ്യം, 1950 മുതൽ ഭരണഘടനയിലെ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ നിരവധി നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1978 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്തത്? ഓർമ്മിച്ചു വെക്കുക, 1978 44-ാം ഭേദഗതിയാണ്. ആ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ നിന്ന് മാറ്റിയത്. ഇപ്പോൾ അത് നിയമാവകാശമാണ്, 300A ഭാഗമാണ്. അടുത്ത ചോദ്യം, ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദ അർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ്? നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏകീകൃത സിവിൽ കോഡാണ്. ആർട്ടിക്കിൾ 44 ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഭരണഘടനയിലെ മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത് പരിസ്ഥിതി സംരക്ഷിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുവാനും രാജ്യത്തിലെ വനങ്ങളെയും വന്യജീവികളെയും പരിരക്ഷിക്കുവാനും രാഷ്ട്രം യത്നിക്കേണ്ടതാണ്. ഇക്കാര്യമാണ് ഏതിനകത്ത് പറയാത്ത മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത് ഭരണഘടനാ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 കുറിച്ചാണ് പറഞ്ഞത്, ഹൃദയവും ആത്മാവും. അടുത്ത ചോദ്യം, ഭരണഘടനയിലെ അനുച്ഛേദം 21A ഉറപ്പുവരുത്തുന്നത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം അത് രാഷ്ട്രത്തിൻ്റെ നിയമം വഴി തീരുമാനിക്കുന്ന അങ്ങനെയുള്ള രീതിയിൽ സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിന് വ്യവസ്ഥ ചെയ്യേണ്ടതാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം ആരുടെ കടമയാണ്? രാഷ്ട്രത്തിൻ്റെയും രക്ഷിതാക്കളുടെയും കടമയാണ്. 2002 86-ാം ഭേദഗതിയിലാണ് 21A ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത്. അടുത്ത ചോദ്യം, നാളെ നമ്മൾ ബ്രിട്ടീഷ് അധിനിവേശത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരാകും. പക്ഷേ ഈ അർദ്ധരാത്രിയിൽ ഇന്ത്യ വിഭജിക്കപ്പെടും. അതുകൊണ്ട് നാളത്തെ ദിവസം ആഹ്ലാദത്തിൻ്റെ എന്നതുപോലെ കഠിനമായ ദുഃഖത്തിൻ്റേതുമാണ്. ഈ പ്രസ്താവന
മഹാത്മാഗാന്ധിയുടെയാണ് കേട്ടോ. മഹാത്മാഗാന്ധിയാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്തത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ്. അടുത്ത ചോദ്യം, ഒന്നാം പഞ്ചവത്സര പദ്ധതി തയ്യാറാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് KN രാജ്. അടുത്ത ചോദ്യം, അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനവും വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തോന്നുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ചിത്രവും ബന്ധപ്പെട്ടിരിക്കുന്നത് അമൂലിൻ്റെ പരസ്യത്തിലാണ് കേട്ടോ. അമൂലിൻ്റെ ബട്ടറിൻ്റെ പരസ്യത്തിൽ അട്ടർലി ബട്ടർലി ഡെലീഷ്യസ് എന്ന പരസ്യഗാനം, വെണ്ണ പുരട്ടിയ പൊരിച്ച റൊട്ടി പിടിച്ചു നിൽക്കുന്ന വാത്സല്യം തുളുമ്പുന്ന പെൺകുട്ടിയുടെ ചിത്രം. അടുത്ത ചോദ്യം, ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 7. വലിപ്പത്തിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മരുഭൂമി. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്നത് താർ മരുഭൂമിയാണ്. അടുത്ത ചോദ്യം, ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. അടുത്ത ചോദ്യം, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം. ലക്ഷദ്വീപാണ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം. ബംഗാൾ ഉൾക്കടലിലാണെങ്കിലോ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്. അടുത്ത ചോദ്യം, പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. രണ്ടാമത്തത് ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. അടുത്ത ചോദ്യം, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമട കായലിൽ. അടുത്തത്, 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാട്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം പീച്ചി. കേരളത്തിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. അടുത്ത ചോദ്യം, കേരളത്തിൽ കാറ്റിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും വലിയ കാറ്റാടിപ്പാടം കഞ്ചിക്കോട്. പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിച്ചത് പുനലൂരാണ്. പുനലൂർ. അടുത്തത്, സാർവത്രിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O ഗ്രൂപ്പാണ്. O രക്തഗ്രൂപ്പാണ് സാർവത്രിക ദാതാവ്. AB പോസിറ്റീവാണ് സാർവത്രിക സ്വീകർത്താവ്. അവർക്ക് ആരിൽ നിന്ന് രക്തം സ്വീകരിക്കാം. അടുത്ത ചോദ്യം, ശ്വാസകോശത്തിൻ്റെ സങ്കോച വികാസങ്ങളെ നിയന്ത്രിക്കുന്ന പേശി ഭിത്തിയാണ് ഡയഫ്രം. അടുത്തത്, താഴെ തന്നിട്ടുള്ള ജോഡികളിൽ ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ. ജലത്തിൽ ലയിക്കുന്നത് BC. ഇനി കൊഴുപ്പ് ശരീരത്തിന് കേടാണെന്ന് ഓർത്താൽ മതി. അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടൈഫോയിഡ്. അടുത്ത ചോദ്യം, താഴെ തന്നിട്ടുള്ള സൂചനകളിൽ ശരിയായത് ഏതെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ 1ഉം 2ഉം ആണ് ശരി. അയോഡിൻ എന്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമാണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ. ഇരുമ്പാണെങ്കിൽ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ഇരുമ്പ് വേണം. അടുത്ത ചോദ്യം, മലമ്പനി രോഗം പരത്തുന്ന കൊതുക്. അനോഫിലിസ് കൊതുകാണ് മലമ്പനി രോഗം പരത്തുന്നത്. അടുത്തത്, രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയ്ക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഇൻസുലിനാണ്. കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതിയാണ് മൃതസഞ്ജീവനി. സുഹൃതം ക്യാൻസർ ചികിത്സയാണ് കേട്ടോ. ആശ്വാസകിരണം കിടപ്പ് രോഗികളെ സഹായിക്കുന്നതിനുള്ള പദ്ധതിയാണ്. സാന്ത്വനം പദ്ധതി എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുള്ള പദ്ധതിയാണ്. അടുത്ത ചോദ്യം, കൊഴുപ്പ് അടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു ജീവിതശൈലി രോഗം അമിത രക്തസമ്മർദ്ദം. കൊഴുപ്പടിഞ്ഞ് ധമനികളുടെ വ്യാസം കുറയുന്നത് മൂലമുണ്ടാകുന്ന ജീവിതശൈലി രോഗമാണ് അമിത രക്തസമ്മർദ്ദം. അടുത്തത്, കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള അശ്വമേധം എന്ന പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുഷ്ഠരോഗം. കുഷ്ഠരോഗത്തെ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ തുടക്കം കുറിച്ചിട്ടുള്ള പദ്ധതിയാണ് അശ്വമേധം. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്